ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയ പ്രൊഡക്റ്റ് ഇൻറ്റഗ്രയുടെ DRX 8.4 എന്ന് പറഞ്ഞിട്ടുള്ള AV റിസീവറാണ്. ഇത് 11.4 ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈ എൻഡ് മോഡൽ AV റിസീവറാണ്. അവരുടെ ഏറ്റവും കൂടിയ മോഡലായിട്ടുള്ള AV റിസീവറാണിത്. AV ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഡെമോ പർപ്പസിനായിട്ട് കമ്പനി നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് 11.4 സപ്പോർട്ട് ചെയ്യുന്ന ഒരു AV റിസീവറാണ്. 4 സബ്വൂഫർ ഔട്ട് വരുന്നുണ്ട്. അതേപോലെ 220 വാട്ട്സാണ് പെർ ചാനൽ വരുന്നത്. പിന്നെ വരുന്നത് HDMI 2.1 EARC സപ്പോർട്ട് ചെയ്യുന്ന HDMI പോർട്ടുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിറാക്ക് ലൈസൻസോടുകൂടി ഇതിൽ ബിൽറ്റിൻ വരുന്ന ഒരു റിസീവറാണിത്. 8K സപ്പോർട്ടഡ് ആണ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡോൾബി അറ്റ്മോസ്, DTS-X, ഓറോ 3D, THX സർട്ടിഫൈഡ് ഒരു റിസീവർ കൂടിയാണിത്. അതേപോലെ തന്നെ IMAX എൻഹാൻസ്ഡ് വരുന്നതാണ്. XLR ഇൻ ആൻഡ് ഔട്ട് വരുന്ന റിസീവറാണ്. മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഈ XLR ഔട്ടുകൾ AV റിസീവറിൽ വരുന്ന മോഡൽ വളരെ കുറവാണ്. ഡെനോണിൽ വരുന്ന 6800H എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനും, അതേപോലെ മെറാൻസിൽ സിനിമ 30 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനും, അതേപോലെ മുന്നത്തെ മോഡലായ SR8015 തുടങ്ങിയിട്ടുള്ള മോഡലിനെ ഏകദേശം ഒരു സ്പെക്കൊക്കെ സിമിലറായിട്ട് വരുന്ന ഒരു മോഡലാണത്. പക്ഷേ അതിൽ ഒരു പടി പവർ കുറച്ചും കൂടെ കൂടിയിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ കുറച്ച് കണക്ടിവിറ്റി മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. XLR ഔട്ട് ഇന്നൊക്കെ കുറച്ച് കൂടുതൽ ഈ മോഡലിലാണ് വരുന്നത്. ഡെനോൺ 6800, അതേപോലെ തന്നെ മറാൻസിൻ്റെ SR8015, സിനിമ 30, ഓങ്കിയോലാണെങ്കിൽ RZ70, പയനിയറിൽ LX 805 തുടങ്ങിയിട്ടുള്ള ഒക്കെ AV റിസീവറിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഒരു റിസീവറാണ് ഈ DRX 8.4 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അതിലേറെ കുറച്ചും കൂടെ ഒരു പവർ ഫീൽ ചെയ്യുന്ന ഒരു റിസീവറാണിത്. പിന്നെ അവരെ ഈ ഡിസൈനിങ് കുറച്ചൊരു പഴയ മോഡലാണ്, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് അവരെ ഫ്രണ്ട് പാനൽ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. ഓങ്കിയോടെയൊക്കെ ഒരു പഴയ റിസീവർ വന്നിരുന്ന അതേ മോഡലിലാണ് ഇപ്പോഴും അവരെ ആ റിസീവറിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ വരുന്നത്. ആ ഒരു പോരായ്മ അല്ലാതെ ഇതിന് കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത്. നമുക്ക് മറ്റ് റിസീവറുകളൊക്കെ അപേക്ഷിച്ച് മറ്റ് ബ്രാൻഡുകളുടെ ഇതേ ലെവലിലുള്ള റിസീവറിനെ അപേക്ഷിച്ച് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു റിസീവറാണിത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് വരുന്നത് ഇതിൻ്റെ വോളിയം നോബാണ്. അതേപോലെ ഇവിടെ ഒരു നാവിഗേഷൻ ബട്ടൺ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത് പവർ ഓൺ ഓഫ് സ്വിച്ചുകളാണ്. അതേപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് വരുന്ന സ്വിച്ചുകൾ കംപ്ലീറ്റ് നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള മാനുവലായിട്ടുള്ള സ്വിച്ചുകളാണ് വരുന്നത്. അതിൽ ബ്ലൂറേ, DVD, ഗെയിം, സാറ്റലൈറ്റ്, സ്ട്രീം ബോക്സ്, PC, ഓക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബട്ടൺസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു HDMI ഓക്സ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കുറച്ച് ബട്ടൺസുകൾ വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ ഡിം ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ മൂവി, TV തുടങ്ങിയിട്ടുള്ള ലിസണിങ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസൊക്കെ വരുന്നുണ്ട് ഇവിടെ. അതേപോലെ ഇവിടെ വരുന്നത് ഇത് 3 ടോൺ കൺട്രോളുകളാണ്. ബേസ് അതേപോലെ ട്രബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് ഹെഡ്ഫോൺ ജാക്കുകളാണ് വരുന്നത്. അതേപോലെ കാലിബ്രേഷൻ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണത്. പിന്നെ അതേപോലെ സോണ് 2, 3 സെലക്ട് ചെയ്യാനുള്ള മാനുവലായിട്ടുള്ള സ്വിച്ചുകളാണ്. ഇത്രയാണ് ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഇതാണ് ഇൻറ്റഗ്രയുടെ റിമോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ റിയർ പാനൽ എന്ന് പറയുന്നത്. ഇവിടെ മുകളിലായിട്ട് തന്നെ 2 നമുക്ക് ബ്ലൂടൂത്ത്, വൈഫൈ ആൻറ്റിനകൾ കാണാം. ഇതാണ് വൈഫൈ ബ്ലൂടൂത്ത് ആൻറ്റിന ആയിട്ട് വരുന്നത്.
പിന്നെ നേരെ താഴെ വരുന്നത് ഇത്രയും HDMI പോർട്ടുകളാണ്. ഇതിൽ ഈ 6 HDMI പോർട്ട് എന്ന് പറയുന്നത് HDMI ഇൻപുട്ടുകളാണ്. നമുക്ക് ഗെയിം, സ്ട്രീം ബോക്സ്, DVD തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻപുട്ട് ചെയ്യാനുള്ള HDMI പോർട്ടുകളാണത്. പിന്നെ അതേപോലെ തന്നെ ഒരു എതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്. നെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, പിന്നെ ഇൻ്റർനെറ്റ്, റേഡിയോ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ നെറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഒരു USB 5 വോൾട്ട് 1 ആംപിയറിലുള്ള ഒരു ഔട്ട് വരുന്നുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസിന് പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ USB ഔട്ട്പുട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇവിടെ വരുന്നത് ഒരു പവർ സോക്കറ്റാണ്. പിന്നെ വരുന്നത് ഇത്രയും ഭാഗം HDMI ഇൻപുട്ടുകളാണ്. അതിൽ ഇതാണ് മെയിൻ HDMI ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിൽ ഇത് 8K ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സബ് വരുന്നതും 8K ആണ്. ഈ ഒരു സബ് 2 വരുന്നത് 4K ആണ്. ഇത്രയാണ് HDMI ഔട്ട് എന്ന് പറയുന്നതിന്. ഇത് HDCP 2.3 വരുന്നതാണ് ഈ HDMI പോർട്ടുകൾ. അതേപോലെ ഇത്രയും ഭാഗം ഇതിൻ്റെ പ്രീ ഔട്ടുകളാണ് വരുന്നത്. ഇത്രയും ഭാഗം പ്രീ ഔട്ടാണ് വരുന്നത്. പിന്നെ സബ് ഊഫർ ഔട്ടുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് XLR ഔട്ട് വരുന്നത്. ഈ 4 പോർട്ടുകളാണ് XLR ഔട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും സ്പീക്കർ ടെർമിനലുകൾ വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് സ്പീക്കർ ടെർമിനലുകളാണ് വരുന്നത്. അതിൽ സോൺ 3 ഉണ്ട്, അതേപോലെ തന്നെ സോൺ 2 ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഇതാണ് വരുന്നത്. ഈ ഭാഗം മാത്രം, ഇത്രയും ഭാഗങ്ങൾ, ഇത് സോൺ 2 വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് IR ഔട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ 4 IR ഔട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ DC ട്രിഗർ ഔട്ട് വരുന്നുണ്ട്. അത് 2 പോർട്ട് അത് വേറെ വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒപ്റ്റിക്കൽ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ കണക്ടിവിറ്റികൾ വരുന്നുണ്ട്. അത് 3 പോർട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ കോയാക്സിയൽ ഡിജിറ്റൽ ഇന്ന് വരുന്നത് ഈ 2 പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ അത്രയും പോർട്ടുകളാണ് ഇതിൽ വരുന്നത്. അതേപോലെ 2 XLR ഇൻപുട്ടും ഇതിൽ വരുന്നുണ്ട്, 2 ചാനൽ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്, സ്പീക്കർ ടെർമിനലുകളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു RS കണക്ടിവിറ്റി വരുന്നുണ്ട്. 1190 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം പവർ എടുക്കുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണിത്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഡെനൺ ഒരു 6800, അതേപോലെ മറാൻസിൽ സിനിമ 30, മുന്നേ ഉണ്ടായിരുന്ന 8015, ആ ഒരു അതിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ആംപ്ലിഫയർ ആണത്. ഡിസൈനിങ്ങിൽ കുറച്ച് ഒരു പഴയ മോഡലാണെങ്കിലും ഇത് മറ്റുള്ള സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു റിസീവർ തന്നെയാണ്. THX സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന ഒരു റിസീവറാണത്. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു റിസീവറാണ് ഇത്. ഓങ്കിയോ, പയനിയർ, ഇൻ്റഗ്ര ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ പ്രീമിയം പ്രൊഡക്റ്റാണ് ഇൻ്റഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആംപ്ലിഫയർ. അതേപോലെ തന്നെ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഇത് XLR ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 സബ് ഊഫർ XLR ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് സബ് ഊഫറിലേക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ് ഇതിന്ന്. അതേപോലെ തന്നെ ഇത് മൈക്ക് വരുന്നത് മെയ്ഡ് ഇൻ മലേഷ്യയാണ് ഇൻ്റഗ്ര വരുന്നത്. അതേപോലെ ഇൻ്റഗ്ര ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഴയ റിസീവർ പോലെ തോന്നുമെങ്കിലും സിനിമ 30, ഇപ്പോൾ മെറാൻസിൻ്റെ ഒക്കെ സിനിമ 30, അതേപോലെ ഡെനളിൽ പുതിയ മോഡലുകളൊക്കെ വരുന്നതിൻ്റെ അതേപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്തു വന്നൊരു വെർഷനാണിത്. അവരെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റാണ്. അവരുടെ ഡിസൈനിങ് മാത്രം ഒരു പഴയ രൂപത്തിലുള്ള ഒരു ഡിസൈനിങ് ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് DRX 8.4 വാങ്ങിക്കാം. മറ്റുള്ള കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണിത്. ഹൈ എൻഡ് ആംപ്ലിഫയർ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഉള്ള ബ്രാൻഡായ ഡെനോൺ, മറാൻസ് തുടങ്ങിയിട്ടുള്ള AV റിസീവർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഡിറാക്ക്
ലൈസൻസ് വരുന്നില്ല. അതിൽ ബിൽറ്റിൻ ഡിറാക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ലൈസൻസോട് കൂടി ഇല്ല. നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ $250 കൊടുത്തിട്ട് നമ്മളത് സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിത് കോംബോ തിയേറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ക്ലിപ്ഷിൻ്റെ സ്പീക്കറാണ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരുപാട് പ്രീസെറ്റുകൾ കിട്ടുന്നതാണ്. ക്ലിപ്ഷിൻ്റെ ഏത് സ്പീക്കറാണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യണത് അത് ഇതിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മോഡൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള അതിൻ്റെ ഇമ്പഡൻസ് കാര്യങ്ങൾ അതിലേക്ക് വരേണ്ട പവർ കാര്യങ്ങളൊക്കെ അത് AVR തന്നെ കൺട്രോൾ ചെയ്ത് ഔട്ട്പുട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ഇൻ്റഗ്ര 8.4ൻ്റെ ഡെമോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും നമ്മളെ ഷോപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും നമ്മളെ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്കിത് നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.